എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 ബി.ഫാം അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ തേർഡ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. അതായത് ഓഗസ്റ്റ് 16 രാത്രി 11:59 അവസാനിക്കുന്നതാണ്. നിലവിൽ വിദ്യാർത്ഥികൾ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു കിട്ടിയ കോളേജ്, നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ കോളേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് ഓപ്ഷനൊന്നും കൊടുക്കേണ്ടതില്ല. അതുപോലെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, ഞാനൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കിട്ടിയ കോളേജ് മതി, ഇനി എനിക്ക് മറ്റ് കോളേജിലേക്ക് മാറാനൊന്നും താല്പര്യമില്ല, അങ്ങനെ ഞാൻ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹയർ ഓപ്ഷൻ റിമൂവ് ഒന്നും ചെയ്യാനായിട്ട് അവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആദ്യം കൊടുത്ത ഓപ്ഷൻ്റെ കാലാവധി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുന്നത് വരെയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുള്ള ഏതൊരു വിദ്യാർത്ഥിയും, അതിപ്പോൾ മുൻ അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികളായിരുന്നാലും, അതുപോലെ മുൻ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയവരായിരുന്നാലും അല്ലെങ്കിൽ അഡ്മിഷൻ നേടാതെ വിദ്യാർത്ഥികളായിരുന്നാലും, നിങ്ങളെ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കണം. നേരത്തെ പറഞ്ഞ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി ആ ഒരു അഡ്മിഷൻ നേടിയിട്ടുള്ള കോളേജിലെ ആ ഒരു സീറ്റ് മതി, ആ ഒരു സീറ്റ് തന്നെ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളവരാണെങ്കിൽ ഇതിൽ ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഓപ്ഷൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നേരത്തെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻ നൽകുകയും മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പുതുതായിട്ട് കിട്ടിയ കോളേജ് കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ നഷ്ടമാവുന്നതുമായിരിക്കും. അതിനാൽ തന്നെ ഇപ്പോൾ കിട്ടിയ കോളേജ് കോഴ്സ് മതി എന്നുള്ളവരാണെങ്കിൽ യാതൊരു കാരണവശാലും, അതായത് ഇപ്പോൾ അഡ്മിഷൻ നേടിയ സീറ്റ് മതി എന്നാണെങ്കിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ അങ്ങനെയുള്ളവർ പങ്കെടുക്കേണ്ടതില്ല, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരും, അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ നേടാത്തവരും, അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ നേടിയ എന്നാൽ മറ്റൊരു കോളേജിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇതിൽ ഓപ്ഷൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നിലവിൽ അഡ്മിഷൻ നേടിയവർ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് മറ്റൊരു കോളേജ് കോഴ്സ് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന കോളേജ് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഓപ്ഷൻസ് നൽകുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ce.kerala.gov.in/scheme2026/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും കൊടുക്കാനുണ്ടാവും. അപ്പോൾ ആക്സസ് കോഡ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ MBBS അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസുകളിലേക്ക് അതായത് ഓപ്ഷനുകൾ സമർപ്പിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള ആ ഒരു നീറ്റിൻ്റെ ആ ഒരു മാർക്കൊക്കെ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് ചോദിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിലവിൽ MBBS BDS കോഴ്സിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഫീസ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബി.ഫാം അല്ലെങ്കിൽ ഫാർമസി കോഴ്സിലേക്ക് മാത്രമേ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റിലൊക്കെയുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ, നേരത്തെ ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഫീസ് അടക്കാനായിട്ട് വീണ്ടും ചോദിക്കില്ല. നിങ്ങൾ ഇതിനു മുമ്പ് ഫീസ് അടച്ചിട്ടില്ലെങ്കിലാണ് ഈ ഒരു ഫീസ് ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വല്ല ഫീസോ മറ്റോ അടക്കേണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീസ് നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ പേജിലേക്ക് പോകാവുന്നതും, അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോളേജ് കോഴ്സുകൾ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് നൽകാവുന്നതും, എന്നിട്ട് വിദ്യാർത്ഥികൾക്ക് മുകളിലായിട്ട് സേവ് ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാവുന്നതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ചെയ്യാവുന്നതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിലവിൽ MBBS BDS കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള എക്സ്ട്രാ ഫീസ്, അതായത് നിലവിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഫാർമസി അല്ലെങ്കിൽ ബി.ഫാം കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് 2000 അതല്ലെങ്കിൽ 500 രൂപ ആണ് ഫീസ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിലവിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചിലപ്പോൾ ഫീസൊക്കെ ചോദിച്ചേക്കും. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ മെഡിക്കൽ ആൻഡ് അതായത് ഈ ഒരു MBBS BDS കോഴ്സിലേക്ക് കൂടി ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനുകളിൽ ഉൾപ്പെടുത്താവുന്നു, എന്നിട്ട് സേവ് ചെയ്ത് പിന്നീട് വിദ്യാർത്ഥികൾക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നൽകുന്ന ഓപ്ഷനുകളൊക്കെ സേവ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രമാത്രമേ ഉള്ളൂ. അതായത് വിദ്യാർത്ഥികൾക്ക്
താല്പര്യമുള്ള കോളേജ് കോഴ്സുകളായിരിക്കും ഓപ്ഷൻ വെക്കേണ്ടത്. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 17,370 രൂപയാണ് ഫീസ്. സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ 1,61,000 രൂപയാണ് ഫീസ് വരിക. ആ ഒരു കാര്യം കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കീം 2026 ഫാർമസി കോഴ്സിലേക്കുള്ള 3ാം ഘട്ട അലോട്ട്മെൻറ്റ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 2026 ഫാർമസി കോഴ്സുകളിലേക്കുള്ള 3ാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടികൾ 14/8/2026 ആരംഭിച്ചു. പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 3ാം ഘട്ടത്തിൽ ഫാർമസി കോഴ്സിലേക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ ഓൺലൈൻ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ച ഫാർമസി റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ 14/8/2026 മുതൽ 16/8/2026 11:59 PM വരെ ഓപ്ഷനുകൾ പുതുതായി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. മുൻഘട്ടങ്ങളിലെ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടിയവരെയും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരെയും ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായും നടത്തണം. ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ ഒരിക്കലും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല എന്നുള്ള കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. അതിനാൽ തന്നെ ഇതിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. ഇനി ഫാർമസി കോഴ്സിലേക്ക് മുൻഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതുപോലെ തന്നെ എന്നാൽ ഈ ഒരു ഘട്ടങ്ങളിൽ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ ഓപ്ഷൻ അതായത് ഈ ഒരു ഫാർമസി കോഴ്സിലേക്ക് മുൻഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കുകയും എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരുടെ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതായിരിക്കും. അതായത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയവർ ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ കൂടി വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ സീറ്റ് അവിടെ തന്നെ നിലനിൽക്കും. അതിന് ആ ഒരു സീറ്റ് പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവർക്ക് മറ്റൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന സീറ്റിലേക്ക് മാറേണ്ടി വരികയും ആദ്യം കിട്ടിയ സീറ്റ് പോവുകയും ചെയ്യും എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടാതിരിക്കുകയും ചെയ്യുന്നവരുടെ മുൻഘട്ടത്തിലെയും ഈ ഒരു ഘട്ടത്തിലെയും അലോട്ട്മെൻറ്റുകൾ റദ്ദാക്കുന്നതാണ്. ഇനി താൽക്കാലിക അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ അതായത് 14-ാം തീയതി മുതൽ 16-ാം തീയതി രാത്രി 11:59 വരെയാണ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക. 18-ാം തീയതിയാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ്. 19-ാം തീയതിയാണ് മെയിൻ അലോട്ട്മെൻറ്റ്. 20 മുതൽ 22 വരെയാണ് അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ 2,000 രൂപയാണ് ഓപ്ഷൻ്റെ രജിസ്ട്രേഷൻ ഫീസ്. SC ST OECക്ക് ലഭ്യമായിട്ടുള്ള ഫീസ് ആനുവൽ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ, ജുവനൈൽ ഹോം, ശ്രീചിത്ര ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ എന്നിവർക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് 500 രൂപയാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫീസ് അടക്കുന്നവരുടെ ഫീസ് നിങ്ങളുടെ ട്യൂഷൻ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ 500 രൂപ അടക്കുന്നവരുടെ ഫീസ് കോഷൻ ഡെപ്പോസിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താത്തവരെ യാതൊരു കാരണവശാലും അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.